രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് വിജ്ഞാന കേരളം എന്നുള്ള പദ്ധതി തോമസ് ഐസക്കിൻ്റെ നേതൃത്വത്തിൽ കേലിസ്കും നോക്കയും എല്ലാവരും ലിങ്ക് ഫൈൻഡ് ഇറ്റ്, ഫൗണ്ട് ഔട്ട് ജോബ് അങ്ങനെ പറഞ്ഞ് വലിയൊരു ശൃംഖലയാണ്. 5 വർഷം കൊണ്ട് 5 ലക്ഷം പേർക്ക് തൊഴിൽ നേടിക്കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഗവൺമെൻറ്റിൻ്റെ ഒരു പുതിയ പദ്ധതിയാണ് വിജ്ഞാന കേരളം. അത് വളരെ ഭംഗിയായിട്ട് ആലപ്പുഴയിലും പത്തനംതിട്ടയിലും നടന്നു. 3ാമത്തെ പൈലറ്റ് ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കാൻ പോകുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. വെർച്വൽ ജോബ് ഫെയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിപ്ലോമകാർക്ക്, ഗ്രാജുവേറ്റ്സിന്, നോൺ ടെക്നിക്കൽ എന്നുള്ള വിഭാഗങ്ങൾ തിരിച്ചുകൊണ്ട് തന്നെ ജോലികൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആർക്കും ചേരാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ വിവരം ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഇന്ന് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു 500 പേർക്കെങ്കിലും തൊഴിലെടുക്കാൻ കൊടുത്തിട്ടുള്ള ജോബ് ഫെയർ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ശനിയാഴ്ച മെഡിക്കൽ സ്റ്റാഫിനുമായിട്ടുള്ള കുട്ടികൾക്കുള്ള ഇൻ്റർവ്യൂ അടുത്ത ശനിയാഴ്ച നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ശനിയാഴ്ച മറ്റേ ടെക്നിക്കൽ ഗ്രാജുവേറ്റ്സിന് ബിടെക് എംടെക്കാർക്കുള്ള ജോലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കമ്പനികൾ നിരത്തി വന്നോട്ട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഡിഗ്രിക്കാരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും ഡിഗ്രി കഴിഞ്ഞാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയുക, ഈ ഇവിടെ ഒരു DWMS എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിൽ കയറി രജിസ്റ്റർ ചെയ്യാൻ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ജോബ് സ്റ്റേഷനുണ്ട്, ഫെലിസിറ്റേഷൻ സെൻ്ററുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതൊരു ജോബ് സ്റ്റേഷനാക്കി പ്രവർത്തിക്കാൻ നമുക്ക് അതിനുള്ള കമ്പ്യൂട്ടറൊക്കെ ഉണ്ടല്ലോ. അത് നമുക്ക് ചെയ്തു കൊടുക്കാം. നമ്മുടെ ഓരോരുത്തരും ഓരോ ആപ്പിൽ കയറി കഴിഞ്ഞാൽ അവരുടേതായ മൊബൈലിൽ കയറി കഴിഞ്ഞാൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നോട്ടിഫിക്കേഷൻ കിട്ടിക്കൊണ്ടിരിക്കും. ഇന്ന കമ്പനി വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷനും അത് ഒന്ന് പ്രാപ്യമാക്കാൻ നമ്മുടെ ഇടയിൽ തന്നെ ഈ ജോലിയില്ലാത്തവരെ കണ്ടെത്തി അവർക്ക് ഉപദേശം നൽകാനാണെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ട ഒരു മാർഗം, ജോലി കിട്ടാനുള്ള മാർഗം നമുക്ക് ഉപദേശിച്ചു കൊടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ജോലി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നാളെ തന്നെ പത്രത്തിൽ കാണാം, ഇവിടെ ഇപ്പോൾ ഗവൺമെൻറ് ഇന്ന് നടക്കുന്ന തൊഴിൽ മേളയിൽ എത്ര പേർക്ക് ജോലി